ചോദിച്ചിരുന്നു, നിങ്ങൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ എത്ര കുടുംബങ്ങൾ എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 2% പേരാണ് പറഞ്ഞത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈയിടെ നടത്തിയ സർവേയിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലും 65% കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുമ്പോൾ കേരളത്തിൽ അതിൽ കൂടുതലാണ് എന്ന്. അതുകൊണ്ട് ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും ഇതെല്ലാം മനസ്സിലാക്കിയാൽ തീർച്ചയായും ഒരു നല്ല ജീവിതം നമുക്ക് ഉണ്ടായിത്തീരും എന്ന് യാതൊരു സംശയവുമില്ല. പലപ്പോഴും സംഭവിക്കുന്നത് തിരിച്ചു വന്നവർ ചിലതും കൂടെ പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് പറയാം, പഞ്ചായത്ത് പ്രസിഡന്റിനെ മുനിസിപ്പൽ ചെയർമാനൊക്കെ സമീപിക്കുകയാണ്. എന്തിനാണെന്നോ, ഒരു വീടുണ്ടാക്കി വീട് വലുതായി പോയി അതിന്റെ കരം വെട്ടിക്കുറക്കാൻ, കരമടക്കാൻ പറ്റുന്നില്ല. പല വീടുകളും ഭാർഗവ നിലയം പോലെയാണ്, പെയിന്റ് അടിക്കാൻ പറ്റുന്നില്ല. നല്ല നല്ല വിദ്യാലയങ്ങളിലായിരുന്നു കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. തിരിച്ചു വന്നപ്പോൾ ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഉടനെ പേര് വെട്ടി അവിടെ നിന്ന് എടുത്തു. ചുരുങ്ങിയ ഫീസിൽ പഠിപ്പിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അവിടെ കുട്ടികളെ ചേർക്കുന്നു. ഭാര്യ, നിങ്ങളെപ്പോലുള്ള ഭാര്യമാർ ഭർത്താവിനോട് പറയുന്നു, അയൽക്കാരൻ നിങ്ങളെക്കാൾ പ്രായമുള്ളവനല്ലേ, അദ്ദേഹം ഇപ്പോഴും ഗൾഫിലല്ലേ, നിങ്ങൾ എന്തിന് ഇപ്പോൾ തന്നെ പോകുന്നു എന്ന്. നിങ്ങളെപ്പോലുള്ള ഭാര്യമാരാണ് പറഞ്ഞത്. അതിന്റെ കത്തുകളുണ്ട്. അവരുടെ അനുഭവിച്ചവരുടെ കൈപ്പടയിൽ എഴുതിയ കത്തുകൾ സാക്ഷിയാക്കിയാണ് നിങ്ങളോട് പറയുന്നത്. സ്വന്തം ഭാര്യ പറയുന്നു, ആ ഭാര്യ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, എന്റെ ഭർത്താവ് ആരോഗ്യമുള്ള കാലം തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച അതേ ഭാര്യ പറയുന്നു, നിങ്ങൾക്ക് ഗൾഫിലേക്ക് പോയിക്കൂടായിരുന്നോ, അവിടെ നിൽക്കാമായിരുന്നോ. സന്താനങ്ങൾ പറയുന്നു, വാപ്പ എന്തിനിപ്പൊ തന്നെ പോകുന്നു, ഉമ്മയുടെ അടുത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, എന്ത് പറഞ്ഞാലും ആവശ്യമുള്ള പൈസ കിട്ടുമായിരുന്നു, എവിടെ പോയാലും പ്രശ്നങ്ങളില്ലായിരുന്നു, വാപ്പ വന്നതോടുകൂടി ആകെ പ്രശ്നമായി എന്ന് പറയുന്ന സന്താനങ്ങൾ. ആർക്ക് വേണ്ടിയാണോ ഇവർ ജീവിച്ചത്, ഈ ഭാര്യയ്ക്കും ഈ സന്താനങ്ങൾക്കും വേണ്ടി ജീവിച്ചവരോടുള്ള പ്രതികരണമാണ് ഈ ലഭിക്കുന്നത്. അവർക്കുള്ള പ്രതിഫലമാണ് നമ്മളിൽ നിന്ന്, എന്റെ സഹോദരികളിൽ, നിങ്ങളിൽ നിന്നല്ല, പല സഹോദരികളിൽ നിന്നും അവർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതിന് ഒരു മോചനം വേണം. പലരുടെ തിരിച്ചുവരവ് അനാരോഗ്യം കാരണമാണ്. പലരുടെയും തിരിച്ചുവരവ് ജോലി കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ്. കാരണം അവിടെ ജോലി കിട്ടണമെങ്കിൽ ഒരു പ്രത്യേക പ്രായത്തിലുള്ളവർക്കൊക്കെ കിട്ടൂ. താഴ്ന്ന ഉയർന്ന പ്രായമായാൽ ജോലി ആർക്കും കൊടുക്കില്ല. ബാങ്കിൽ ജോലി ചെയ്ത വ്യക്തി ദുബായ് ടാക്സി ഓടിക്കുന്നവരെ എനിക്കറിയാം. ഉയർന്ന കമ്പനിയിൽ ജോലി ചെയ്ത വ്യക്തി ഭാവവും രൂപവും എല്ലാം മാറ്റി വീടുകളുടെ വാച്ച്മാനായിട്ട് ജോലി ചെയ്യുന്നത് അറിയാം. അനുഭവമാണ് ഈ പറയുന്നത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ഭർത്താവിനുണ്ടായാൽ നാളെ അവർ തിരിച്ചു പോകേണ്ടതായി വരും. ഇങ്ങനെയുള്ള അനുഭവം അവർക്കുണ്ടാവും. സഹോദരികളെ, അങ്ങനൊരു അവസ്ഥ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല? ഉറക്കെ പറഞ്ഞാട്ടെ, ഇല്ല. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സ്വയം മാറ്റത്തിന് തയ്യാറാവാതെ നമ്മളിൽ ദൈവം മാറ്റം ഉണ്ടാക്കുകയില്ല. നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് 2011 ഏപ്രിൽ 30 സമയം 3:26. ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കുറിക്കാനുള്ള നിമിഷമായി തീരട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളുടെ എല്ലാ ജീവിതത്തിലും മാറ്റം ഉണ്ടാക്കി തരട്ടെ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അത് നിർവഹിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, ഇനിയുള്ള നിമിഷങ്ങളിൽ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകണം. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? ഉണ്ട്. എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കൊക്കെ ജീവിക്കാൻ
ആവശ്യങ്ങളാണുള്ളത് അല്ലെ? നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് ഭവനം വേണം, വസ്ത്രം വേണം, ഭക്ഷണം വേണം, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ആവശ്യങ്ങള്. അതേസമയം ആ ആവശ്യങ്ങളാണ് നമുക്ക് ഉള്ളതെങ്കിലും നമ്മളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുവാനുള്ള ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങളാണ് നമുക്കുള്ളതെങ്കിലും ആഗ്രഹങ്ങൾ സൃഷ്ടിക്കാനുള്ള പല ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ? കാരണം ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഓരോന്നിന്റെ പ്രത്യേക ഓഫറുകൾ നിങ്ങൾ കാണുന്നു. TV നോക്കിയാൽ ഒരാള് പറയുന്നു ഒന്ന് ഒഴിക്കാൻ, വേറൊരാള് പറയുന്നു ഒന്ന് വാങ്ങിക്കാൻ, വേറൊരാള് പറയുന്നു അത് തുടരുത്. ഇതൊക്കെ നമ്മളോടാ പറയുന്നത്. നിങ്ങളൊക്കെ ഷോപ്പിങ്ങിന് പോകാറുണ്ടല്ലോ. ഇപ്പൊ എല്ലാ സ്ഥലത്തും സൂപ്പർ മാർക്കറ്റുകളുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങളൊക്കെ ഒരു കുറിപ്പ് എഴുതി വെക്കാറില്ലേ? എന്തൊക്കെ വാങ്ങിക്കണമെന്ന് കുറിപ്പ് എഴുതി വെക്കാറില്ലേ? അങ്ങനെയല്ലേ പോകാറ്? അതിൽ അങ്ങനെ പോയിട്ടുള്ള സഹോദരികളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ആ കുറിപ്പിൽ എഴുതിയ സാധനം മാത്രം മേടിച്ച് തിരിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവർക്കൊരു പ്രൈസ് തരാം. കാരണം അവിടെ പോകുമ്പോ കുറിപ്പായിട്ട് പോകുന്നെങ്കിലും തിരിച്ചു വരുമ്പോ വേറെ കുറെ സാധനം മേടിച്ചിട്ടാണ് നിങ്ങൾ വരാറുള്ളത് അല്ലേ? അല്ലേ? സംശയമില്ലല്ലോ. ഇതാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവിടെ ചെല്ലുമ്പോ നിങ്ങളിൽ ആഗ്രഹം ഉണ്ടായിത്തീരണം മറ്റേ ചിലതൊക്കെ മേടിക്കാൻ അല്ലേ? ആഗ്രഹം ഉണ്ടായിത്തീരുകയാണ്. നിങ്ങൾക്കും ബാധകമാണ്. അങ്ങനെയുള്ള അനുഭവം, ഇങ്ങനൊരു അനുഭവമാണ് നമുക്കുള്ളത്. ഈ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രവണത നിലനിൽക്കെ അതിനൊപ്പം ശക്തികൾ പ്രവർത്തിക്കെ നമ്മളൊക്കെ ജീവിതത്തിൽ അത്യാഗ്രഹം എന്നൊരു കാര്യം ജന്മമെടുക്കുന്നു അല്ലെ? സംഭവത്തല്ലേ സംഭവിക്കുന്നത്? ആഗ്രഹങ്ങൾ അത്യാഗ്രഹമായി തീരുന്നു. അത് നമുക്ക് സംഭവിക്കുന്നില്ലേ? ആഗ്രഹങ്ങൾ അത്യാഗ്രഹമായി തീരുന്നു. അത്യാഗ്രഹം എന്നൊരു കാര്യം നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട 5 പാപങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ആദ്യത്തേത് എന്താണ്? ആദ്യത്തേത്? എന്താണ്? അമിതവ്യയശീലം അല്ലെ? നിങ്ങൾ പറയുന്നു ആദ്യത്തെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട പാപം അമിതവ്യയശീലമാണ്. ഈ അമിതവ്യയശീലം പ്രവാസി കുടുംബങ്ങളുടെ മുഖമുദ്രയായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാണോ? പ്രവാസി കുടുംബങ്ങളുടെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു അമിതവ്യയശീലം എന്ന് പറഞ്ഞാൽ തെറ്റാണോ? അല്ലല്ലോ. നമ്മളൊക്കെ അതിന്റെ ഭാഗവാക്കാണ്. ഈ ഭൂമിയിൽ പ്രകൃതി നിയമമുണ്ട്, ദൈവിക നിയമമുണ്ട്. ദൈവം പറഞ്ഞിട്ടുള്ളത് അമിതവ്യയം നിങ്ങൾ ചെയ്യരുത്. അമിതവ്യയം ശീലിച്ചാൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ കയ്യിലുള്ള അമിതവ്യയം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യം വരുന്നു അല്ലെ? കയ്യിലുള്ളത് മതിയാവത വരുന്നു, കൂടുതൽ പണം ആവശ്യം വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? കടം വാങ്ങും. കടം വാങ്ങിയാൽ വെറുതെ കടം വരുമോ? പലിശ വരും. അപ്പോ അമിതവ്യയ ശീലത്തിന്റെ സന്തതി എന്താണ്? പലിശയും കടവും. വ്യക്തമായോ? എല്ലാവർക്കും വ്യക്തമായില്ലേ? അപ്പോ നമ്മളുടെ മുഖമുദ്ര അമിതവ്യയ ശീലം എന്ന ദുശീലം നമ്മൾ മുഖമുദ്രയാക്കിക്കൊണ്ട് നമ്മളിൽ കടബാധ്യത ഉണ്ടാവുകയും നമ്മൾ പലിശയുടെ അടിമകളായി തീരുകയും ചെയ്യുന്നു. ആ പലിശയുടെ അടിമകളായി തീർന്നാൽ അതും പ്രകൃതി നിയമമാണ്. സാമ്പത്തിക ചൂഷണം ചെയ്യാൻ പാടില്ല, ദൈവിക നിയമമാണ്. അരുത് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കാര്യം. ഈ 2 ദുർഗുണങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തികളിൽ മറ്റൊരു ദുർഗുണം ജനിക്കും. അതെന്താണ്? അത്യാഗ്രഹം. യെസ്, താങ്ക് യു. എന്താ പേര്? സഫിയ. വളരെ ശരിയാണ് ആ പറഞ്ഞത്. അത്യാഗ്രഹം.
അത്യാഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ നഷ്ടപ്പെടുക? മനുഷ്യത്വം നഷ്ടപ്പെടും. അല്ലേ? സമ്മതിക്കുന്നില്ലേ? അത്യാഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യത്വം നഷ്ടപ്പെടും. സ്ത്രീകളിലുമുണ്ട്, പുരുഷന്മാരിലുമുണ്ട്. എങ്ങനെയെങ്കിലും പുറത്തിന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മുമ്പിൽ കാണുന്നവന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടാവും. അത് എങ്ങനെ എന്റെ പോക്കറ്റിൽ കാട്ടുക എന്നുള്ളൊരൊറ്റ ചിന്ത മനസ്സിലുണ്ടാവും. ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു ആൾക്കൊരു വിസ കൊടുക്കാമെന്ന് ബോസ് പറഞ്ഞിട്ടുണ്ടാവും. ഉടനെ ഇവിടെ വിളിച്ചു പറയുന്നു, സ്വന്തം രക്തത്തിൽ പിറന്ന വ്യക്തിയായിരിക്കും, ഇതാ ഒരു വിസ കിട്ടാനുണ്ട്, പക്ഷെ 10,000 ദർഹം കൊടുക്കാതെ കിട്ടില്ലാട്ട മോനെ, അതിനുള്ള പൈസ അയച്ചാൽ ഞാൻ അയച്ചതാന്ന് പറയും. ഇയാൾക്കിത് വെറുതെ കിട്ടുന്നതാ. അത് എന്തുകൊണ്ട് തോന്നുന്നു? എന്തുകൊണ്ട് തോന്നുന്നു? അത്യാഗ്രഹം കൊണ്ട്. അത്യാഗ്രഹം ജനിക്കുന്നു. ഈ അത്യാഗ്രഹം ജനിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദുർഗുണം വന്നു. ഈ മൂന്നാമത്തെ ദുർഗുണം ഉണ്ടായ വ്യക്തി എന്തായിത്തീരും? പിശുക്കനായിത്തീരും. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാലോ, ഞാൻ പറയാതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഈ 3 ദുർഗുണങ്ങളുള്ള വ്യക്തികള് പിശുക്കരായി തീരും. പിശുക്കരായി തീർന്നാൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വാരിക്കോരി ചെലവാക്കും. അയൽക്കാരൻ കഷ്ടപ്പെടുമ്പോൾ, പട്ടിണി കിടക്കുമ്പോൾ, അസുഖം ബാധിച്ചു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഒരു 1000 ഉറുപ്പിക എടുത്ത് കൊടുക്കുവാൻ മടി കാണിക്കും. അതല്ലേ സ്ഥിതി? ഇന്നത്തെ ലോകം അതല്ലേ? അതേസമയം ഈ 4 കാര്യങ്ങൾ അരുത് മനുഷ്യ എന്ന് എല്ലാ മതങ്ങളും ഏകസ്വരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് പ്രവാസിയുടെയും ഈ ലോക ജനതയുടെ മുഴുവനും സ്വഭാവവിശേഷമായി തീർന്നു. ഈ സ്വഭാവവിശേഷം ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കറിയുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും 3 തവണ സാമ്പത്തിക മാന്ദ്യമുണ്ടായി. 2 തവണ കഴിഞ്ഞ നൂറ്റാണ്ടിൽ, 2000-ൽ ഈ നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ ഉണ്ടായ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണം ഈ 4 ദുർഗുണങ്ങളുമായിരുന്നു. 4ാമത് മനുഷ്യരോട് ചെയ്തേ തീരൂ എന്ന് പറഞ്ഞ കാര്യം എന്താണ്? 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 ദാനധർമ്മം ചെയ്യുക. ദാനധർമ്മം ചെയ്യുക എന്നുള്ളത്. ഈ പേരെന്താ? അപ്പൊ നമുക്കെല്ലാം മനസ്സിലായി. ആ 4 ദുർഗുണങ്ങളും നമ്മൾ ഉണ്ടായി തീർന്നാൽ ദൈവം മനുഷ്യരോട് ചെയ്തേ തീരൂ എന്ന് പറഞ്ഞ സംഭവങ്ങൾ മനുഷ്യൻ ചെയ്യാതിരിക്കുന്നു. അതെന്താണ്? ദാനധർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നു. ഇതിന് പ്രതിവിധി ഉണ്ടായി. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ഈ സന്ദർഭത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ 4 ദുർഗുണങ്ങളിലും നമുക്കുണ്ടാവാൻ പാടില്ല. 5ാമത് പറഞ്ഞ സൽഗുണം നമ്മൾ ഉണ്ടായിത്തീരുകയും ചെയ്യണം. ഇതൊക്കെ നടക്കണമെങ്കിൽ ഞങ്ങൾ പ്രവാസികളാണ് ഉത്തരവാദികൾ. പ്രവാസിയുടെ യഥാർത്ഥ അവസ്ഥ ഒരു പ്രവാസിയുടെ കുടുംബങ്ങളെ നയിപ്പിക്കാറില്ല. അതല്ലേ ശരി? പ്രവാസികൾ, അതായത് എന്റെ സുഹൃത്ത്, ഇദ്ദേഹം എന്റെ സുഹൃത്താണെങ്കിൽ ഇദ്ദേഹം എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്ക് അറിയാമെങ്കിലും പക്ഷെ ഞാൻ ഒരാളോടും പറയില്ല ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നത്. എന്നാ പോലെ തന്നെ അദ്ദേഹം ഞാൻ എങ്ങനെ ജീവിക്കുന്നു അദ്ദേഹത്തിന് അറിയാമെങ്കിലും അദ്ദേഹം ഒരാളോടും പറയില്ല ശംസുദ്ദീനിങ്ങനൊക്കെ ജീവിക്കുന്നത്. ഇവിടെ വന്നാൽ ഒരു കാർ എടുത്ത് അല്ലെങ്കിൽ ഒരു 2 വീലർ എടുത്ത് പലരും വരുമ്പോൾ ഒരു സൺഗ്ലാസ്, ഒരു ഗോൾഡൻ ബംഗിൾ ബ്രേസ്ലെറ്റ്, ചിലർക്ക് 1 പവന്റെ ഒരു മോതിരം, സെന്റൊക്കെ അടിച്ച് നല്ല വസ്ത്രം കെട്ടി നടക്കുമ്പോൾ എന്താ തോന്നുക? ഇവരൊരു അവിടെ ഒരു കോടീശ്വരനാണെന്ന് തോന്നും. ആ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിത രീതി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഈ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവരെ എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണണമെങ്കിൽ ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുക, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളെ ഭാര്യയെ വിസിറ്റ് വിസയ്ക്ക് അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ പറയാതാണ്, വിസിറ്റ് വിസയിൽ എങ്ങനെ കൊണ്ടുവന്ന് അവരുടെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ പറയാറുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, എന്റെ ഭാര്യ
7 വർഷം 34 വർഷമായിട്ട് ഗൾഫിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പൈസ പോലും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും അനാവശ്യമായിട്ട് ചെലവാക്കാൻ അറിയില്ല. കാരണം അറിയാം എങ്ങനെ അധ്വാനിച്ചിട്ടാണ് ഈ പൈസ ഉണ്ടാക്കുന്നത്. ഇതങ്ങനെ നഷ്ടപ്പെടുത്താൻ യോഗ്യതയുള്ള പൈസ അല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഞങ്ങളാണ് ഉത്തരവാദി, ഗൾഫിലുള്ളവരാണ് ഉത്തരവാദി. ഞങ്ങളാണ് നിങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കേണ്ടത്. ഞങ്ങൾ യഥാർത്ഥ ചിത്രം എനിവേ ഞങ്ങളത് പറയുന്നില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ആ യഥാർത്ഥ ചിത്രം അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ചെയ്യേണ്ടത്, ഷംസുദ്ദീൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തു, അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു, അത് സത്യമാണോ എന്ന് നിങ്ങൾ ചോദിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് നിങ്ങൾ ചോദിക്കുക. ആ ഉത്തരവാദിത്വം നിങ്ങൾ ഞാൻ ഏൽപ്പിക്കുകയാണ്. അവർക്ക് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വശമുണ്ട്. അവർ ഇതൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ട്രാപ്പാണ്. അതിൽ പെട്ട് കഴിഞ്ഞപ്പോ പിന്നെ അവർ നോക്കുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ ജീവിതം നഷ്ടപ്പെട്ടു, ഏറ്റവും ചുരുങ്ങിയത് എന്റെ കുടുംബം ജീവിക്കട്ടെ. അങ്ങനെയല്ലേ ഇവരൊക്കെ ഗൾഫിലുള്ളവരാണ്, അങ്ങനെയല്ലേ നമ്മളൊക്കെ ധരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ പെട്ടുപോയി, എങ്ങനെയെങ്കിലും എന്റെ കുടുംബം ജീവിക്കട്ടെ എന്നാണ് അവർ ധരിക്കുന്നത്. ഇവരൊക്കെ ഇവർ ഗൾഫിലുള്ളവരാ. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളത് മനസ്സിലാക്കണം. അവർ അങ്ങനെ ത്യാഗം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് പ്രകാരം അവരെ തിരിച്ചു വിളിച്ച് ആ സുഖ സന്തോഷങ്ങളിൽ പങ്കെടുപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാരണം അവർ നിങ്ങൾക്ക് പണം അയച്ചു തരുന്നത് കടം വാങ്ങിച്ചുകൊണ്ടാണ് പണം അയച്ചു തരുന്നത്. അവർക്ക് സമ്പാദിക്കാനൊന്നുമില്ല. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ്. ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക ശേഷി എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കാണ് അത് നിഷ്പ്രയാസം സാധിക്കുക. നമുക്ക് ഗൾഫിൽ നിന്ന് പണം കിട്ടുന്നു. എന്തിനാണ് ഗൾഫിൽ നിന്ന് പണം അയക്കുന്നത്? എന്തിനാണ് ഗൾഫിൽ നിന്ന് പണം അയക്കുന്നത്? ഹസ്ബൻഡ് പണം അയക്കുന്നത് എന്തിനാ? വീട്ടിലെ ചെലവിന് വേണ്ടി. നിങ്ങൾ എന്തിനാ വീട്ടിലേക്ക് പണം അയക്കുന്നത്? ഒരു ഗൾഫുകാരാണ്. ഓക്കെ, വീട്ടിലെ ചെലവിന് വേണ്ടി അല്ലേ? നിങ്ങൾക്ക് പണം നാട്ടിൽ ഗൾഫിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കുന്നത് വീട്ടിലെ ചെലവിന് വേണ്ടിയാണ് അല്ലേ? എല്ലാവർക്കും സമ്മതിച്ചല്ലോ? ഓക്കെ. നിങ്ങൾ വളരെ അനുസരണശീലമുള്ളവരല്ലേ? നിങ്ങൾ ഭർത്താവിനെ അനുസരിക്കും, പിതാവിനെ അനുസരിക്കും, സഹോദരങ്ങളെ അനുസരിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക? ഈ അയച്ചു തരുന്ന പൈസ അതേ മാസം വീട്ടിലെ ചെലവിന് കംപ്ലീറ്റ് ചെലവ് ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? നമ്മളൊക്കെ ചെയ്യുന്നതല്ലേ? ആ അനുസരണശീലമുള്ള ഭാര്യമാരും മാതാവും സഹോദരികളും സഹോദരന്മാരൊക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഈ അയച്ചു വരുന്ന പൈസ ഭംഗിയായി ചെലവഴിച്ചിട്ട് എഴുതും, ഞങ്ങൾ ചെലവാക്കി കഴിഞ്ഞു കേട്ടോ, അടുത്ത മാസത്തേക്ക് പോന്നോട്ടെ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്? അതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലേ? അതെ. കുറച്ചു മുമ്പ് പറഞ്ഞു, എന്തെങ്കിലും ഇവിടെ ബാക്കി വന്നാലേ തിരിച്ചു വിളിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ എന്നും നിങ്ങൾ പറഞ്ഞു അല്ലെ? അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെന്താ പ്രതിവിധി? ആ ചെലവാക്കുന്ന ശീലം മാറ്റിയല്ലേ പറ്റൂ. ചെലവ് കുറച്ചിട്ട് ചെലവ് കുറച്ച് ജീവിക്കാൻ ശ്രമിക്കണം എന്നാണ് എന്റെ പേര് സഫിയ പറയുന്നത്. ചെലവ് കുറച്ച് ജീവിക്കാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. ശരിയാണോ? ശരിയാണോ? അതെ. അത് ഇപ്പോഴേ അറിയുന്നുള്ളൂ. സഫിയ പറഞ്ഞപ്പോഴേ അറിയുന്നുള്ളൂ. ഇങ്ങനെ മനസ്സിലാക്കി തന്നിട്ടില്ല, മനസ്സിലായിരുന്നില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായപ്പോ തോന്നുന്നുണ്ടോ? ഓക്കെ, എന്നാ ഞാൻ രക്ഷപ്പെട്ടു. ഇതിൽ പ്രധാന പ്രശ്നമുണ്ട്. ഈ സമ്പാദിക്കുക എന്ന് പറയുന്ന കാര്യമുണ്ട്, ജോലി ചെയ്ത് പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ജോലിയുണ്ട്. അത് ഉണ്ടാക്കിയ വ്യക്തിക്ക് അതിന്റെ വേദന അറിയുന്നു. എന്റെ പോക്കറ്റിലുള്ള പൈസയുടെ വേദന എനിക്കേ അറിയുള്ളൂ. നമുക്കുള്ള പ്രശ്നം എന്താണ്? നമ്മൾ അധ്വാനിച്ച്, അതായത് നിങ്ങളൊക്കെ എന്നെ പോലെ ഗൾഫിലുള്ളവരാണ്,
നമ്മൾ അധ്വാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവരാണ് പണം ചെലവാക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മുടെ കയ്യിൽ ആരെങ്കിലും കുറെ പണം തന്നു കഴിഞ്ഞാൽ ഇത് നീ ചെലവാക്കുന്നത് നമ്മളും ചെയ്യും, ഇല്ലേ? ഇതിനൊക്കെ വേസ്റ്റായി പോകുന്ന പൈസ ആരാ നമുക്ക് തിരിച്ചു തരിക? പലരും തരൂ. പോയത് പോയി. നിങ്ങളൊക്കെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഒക്കെ കുറെ ഷർട്ടും പാന്റും ചൂരിദാറും ഇപ്പൊ നിങ്ങളൊക്കെ അതൊന്നും ഓർക്കാൻ പറയാം. ഒരു പണ്ടല്ല പറഞ്ഞത്. ഇപ്പൊ നിങ്ങളൊക്കെ ധരിക്കുന്ന വേഷമാണ്, പർദ്ദയിട്ട് നടക്കുന്നവരാണ്, ഒന്നും കാണുന്നില്ല. എന്നാലും വസ്ത്രം മേടിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കുറവില്ലല്ലോ, ഇല്ലല്ലോ? അതെ അതെ, മറ്റുള്ളവര് ഉപയോഗിച്ച് നടക്കുന്നത് കാണുമ്പോ എനിക്കും ഇതിന്റെ ഉള്ളിലൊന്ന് ഇട്ടിട്ട് നടക്കണമെന്ന് തോന്നുന്നു, അല്ലെ? ഇതാണ് സംഭവിക്കുന്നത്. ഞാനിതൊന്നും കെട്ടി ചമച്ചുണ്ടാക്കുന്ന കഥകളല്ല, നമ്മുടെ അനുഭവങ്ങളാണ്. ഇത് സംഭവിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. കല്യാണത്തിന് അനാവശ്യമായി കളവിൽ നമ്മൾ ചെലവാക്കുന്നു, പിന്നീട് വസ്ത്രങ്ങൾക്ക് അമിതമായി ചെലവാക്കുന്നു, മറ്റൊരു കാര്യങ്ങൾക്ക് വേറെ പണം ചെലവാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രവാസികളുടെ ഭാര്യമാര് നിക്ഷേപശീലമുള്ളവരാണെന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് പറയല്ലേ? ഇല്ലാന്നല്ലേ പറയാം. പക്ഷെ ആണ്. അതെങ്ങനെയാണെന്ന് അറിയോ? അമിതമായിട്ട് ലാഭം തരുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പണം കൊടുക്കും, ഇല്ലേ? അങ്ങനെയല്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നതാണ് ഇവരൊന്നും നിക്ഷേപിക്കുന്ന സ്വഭാവം ഇല്ലാത്തവരെന്നല്ല പറയാ. പക്ഷെ ഇവര് നിക്ഷേപ സ്വഭാവമുള്ളവരാണ്. ഓലവമ്പലില്ലേ? ഓലവമ്പില് 100 മൗലവി, ശബരിനാഥ്, മീശ മുടക്കാത്ത ശബരിനാഥ്. ഇപ്പൊ വേറെ ഉണ്ട്, അയൽഭാഗത്ത് കുട്ടിപ്പുറത്ത് വേറെ ആൾ ജനിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മുടെ സഹോദരികൾ പൈസ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വീട്ടില് വന്നിങ്ങനെ പറയുമ്പോ അതിൽ അതേപടി വിശ്വസിക്കുകയാണ്. കാരണം 1 ലക്ഷം റുപ്യ കൊടുത്താൽ മാസം പ്രതി 10,000 റുപ്യങ്ങൾ കിട്ടും പറയുമ്പോ ആരെ കൊടുക്കാതിരിക്കുക? നമ്മളൊക്കെ കൊടുക്കുക, അല്ലെ? പണം ഓലവമ്പിൽ ഞാൻ ക്ലാസ് നടത്തിയപ്പോ അവിടെ സന്നിഹിതരായിട്ടുള്ള, എന്താണ് ബസ് കിട്ടാത്തോണ്ടാണോ? ഓലവമ്പില് ക്ലാസ് നടത്തിയപ്പോ കാണാൻ സാധിച്ചത് അവിടെ സന്നിഹിതരായിരുന്ന പല ആളുകളുടെയും സ്വർണം ബാങ്കിലാണ്, വസ്തുവിന്റെ ആധാരം ബാങ്കിലാണ്. എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് ഇതിന് കൊടുത്തതാ. യാതൊരു രക്ഷയില്ല, തിരിച്ചു കിട്ടില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് അടുത്ത കാലത്ത് അറിയാം, കോലളമ്പ് എന്നുള്ള പ്രദേശത്ത് ധാരാളം കുടുംബങ്ങൾ വീടില്ലാത്ത അവസ്ഥയിൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അത് മണി ചെയിൻ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ ചേർത്തുക, എന്നിട്ട് മറ്റൊരാളെ ചേർത്തി കൊടുക്കുക, ഇങ്ങനെ പറഞ്ഞിട്ട് അതും വരും. പിന്നെ അതുകൂടാതെ മറ്റു ചില കുറികള്, അവസാനം കുറി നടത്തിയാളെ കാണില്ല, തേക്ക്, മാഞ്ചിയം, ഇങ്ങനെ ആട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങള്. ഇതൊക്കെ നമ്മുടെ ചെലവാകുന്ന ആരുടെ മുമ്പിലാണ്? പ്രവാസികളുടെ ഭാര്യമാരുടെ മുമ്പിൽ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പോവാതെ സൂക്ഷിക്കുക. മറ്റൊരു പ്രധാന പ്രശ്നം, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ, കീഴിൽ വന്നാൽ ക്ഷണിക്കാതെ വരുന്ന അതിഥികളാണ് ഇൻഷുറൻസ് ഏജന്റുമാർ. ഈ ഇൻഷുറൻസ് ഏജന്റുമാര് അവർ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ പല പ്രാവശ്യമാണ് നിങ്ങളെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മാഡം ഒക്കെ ചെയ്തോളേണ്ട, അദ്ദേഹം വരുമ്പോ എന്നോട് പറഞ്ഞാൽ അദ്ദേഹത്തോട് പറയണ്ട, എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിൽ എന്തെങ്കിലും ഈ മനുഷ്യൻ ചെയ്തിരിക്കട്ടെ എന്നുള്ള തോന്നലാണ് നിങ്ങൾക്കുള്ളത്. എങ്ങനെ ചെയ്യുന്നത്? എങ്ങനെയും നന്നാവട്ടെ ചേട്ടാണ് നിങ്ങളെയും ചെയ്യുന്നത്. അപ്പൊ പറയട്ടെ, ആള് എത്തിയിട്ടുണ്ടെന്ന് പറയും. അപ്പൊ എങ്ങനെ വരിക? ഏജന്റ് ഉണ്ടാവും. ഏജന്റിന്റെ ഒപ്പം ആരുണ്ടാവുക? അടുത്തൊരു ബന്ധു അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രമാണി, ഇയാളായിട്ട് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി ഗൾഫിലെ സദാസമയം സാറേ 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 ആളുകൾ വിളിക്കുന്ന വ്യക്തിയായി ഇവിടെ വന്നിട്ട് ഹോൾസെയിൽ ഒരു 100 സാറെന്ന് പറയും. സാറ് അങ്ങനെ, സാറ് ഇങ്ങനെ എന്നാണ് പറയുമ്പോ ഇയാൾ ആകാശത്തേക്കാണ് പോകും. എന്നിട്ട് പറയും, സാറിന് ഇപ്പൊ ഒരു 1 ലക്ഷം റുപ്യ പോളിസിയിൽ എടുത്താൽ കാര്യം ഈസിയല്ലേ?
അത് ഒരൊറ്റ അടവേ വേണ്ടു എന്നൊക്കെയാണ് ആദ്യം പറയാൻ. അപ്പൊ എങ്ങനെയാണ് ഇയാളെ മുമ്പിൽ വെച്ചിട്ട് എനിക്കത് പറ്റില്ല എന്ന് പറയാൻ? ആ പ്രശ്നം ഇയാൾ എന്നെ സാറെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോ അതിലെങ്ങനെ അത് കുറക്കണം എന്ന് പറയാം. അപ്പൊ ഒപ്പിട്ടോളൂ, കടലാസൊന്നും വായിക്കില്ല, അത് ഒപ്പിട്ടോളൂ. ഇങ്ങനെ ഒപ്പിട്ട് കൊടുത്ത് 6 മാസം കഴിഞ്ഞാലാണ് വരുന്നത് ഒരടവും കൂടെ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം അത് ഒപ്പിട്ട് നോക്കില്ല, കൊല്ലത്തിൽ 2 പ്രാവശ്യം അടക്കണം എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടാവുക. ഈ മനുഷ്യന് 1 ലക്ഷം കൊടുത്തത് തന്നെ പറ്റാത്ത സംഖ്യയാണ്. അങ്ങനത്തെ ആളാണ് കൊല്ലത്തിൽ 2 പ്രാവശ്യം അടക്കണം എന്ന് പറയുന്നത്. മാത്രമല്ല കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ എൻ്റെ ഒരു കസിൻ വെച്ചിട്ട് മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നപ്പോ 2 ഇൻഷുറൻസ് ഏജന്റുമാർ അവിടെ ഓടി. ഒരാള് പറയണം, എല്ലാവരും കേൾക്കുന്ന വിധത്തിൽ സ്വകാര്യ പറയണം, പക്ഷെ എല്ലാവരും കേൾക്കും. ഈ മനുഷ്യനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പിന്നില് നടന്ന് ഒരു പോളിസി എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തില്ല, കണ്ടില്ലേ ഇപ്പൊ മയ്യത്തവിടെ. അന്ന് എടുത്തിരുന്നെങ്കിൽ ആ കുടുംബം സുഖമായിട്ട് ജീവിക്കില്ലേ. അതാണ് ഒരു ഏജന്റ് പറയുന്നത്. ഇയാളങ്ങ് മാറി നിന്നപ്പോ വേറൊരു ഏജന്റ് കണ്ടില്ലേ, എന്തോ രാഷ്ട്രീയ എന്റെ സുഹൃത്താണ്, ഇയാൾ കുറെ പിന്നിലായാലും ചെയ്തില്ല. പക്ഷെ അത്രയും ഒരാളുടെ മയ്യത്ത് പോലെ കൊണ്ടുവന്നു. അയാൾ 2 വർഷം മുമ്പ് വന്നപ്പോ ഞാൻ അങ്ങ് ചെന്നപ്പോ ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി കിട്ടും. ഇപ്പൊ എന്താ സുഖം, ഭാര്യയും മക്കളും സുന്ദരമായിട്ട് ജീവിക്കണ്ടാവും. ഭർത്താവ് പോയി, വാപ്പയും പോയി. എന്നിട്ട് ഇയാള് പറയണ എന്താണ്, സുന്ദരമായിട്ട് ജീവിക്കുന്നത് 10 ലക്ഷമാണ് പോളിസി എടുത്തുകൊണ്ട് കിട്ടിയത് എന്നങ്ങ് പറയുമ്പോ നമ്മൾ ഇതൊക്കെ അങ്ങ് പെട്ടുപോകും, അല്ലെങ്കിൽ ആ ചതിയിലങ്ങ് കൊണ്ടുപോകും. എന്നിട്ട് ഇങ്ങനെ എത്രയോ സഹോദരങ്ങൾക്ക് ഇല്ലേ, നമുക്കവിടെ അറിയാമോ, റേഡിയോയിൽ കേൾക്കുന്ന പലരും നമ്മൾ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നതല്ലേ, റേഡിയോയിൽ വിളിച്ച് പറയുന്നതാണ്, ഞങ്ങൾ ഇങ്ങനെ പോയപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ പോളിസി എടുത്തു, പടക്കാൻ പറ്റുന്നില്ല സാറ്, എന്തേലും കിട്ടുമെന്നാ ചോദിക്കുക. ഒന്നും കിട്ടില്ല, എല്ലാം പോയിട്ടുണ്ടാവും. അങ്ങനെ പണം നഷ്ടപ്പെടുന്ന അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പോളിസി എടുക്കരുതെന്നല്ല, ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് പറ്റാത്ത പൊന്താത്ത പോളിസി എടുക്കാതെ നോക്കണം എന്നാ പറഞ്ഞത്. പിന്നെ പലപ്പോഴും ചെയ്യാറ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പലരും മുന്നോട്ട് വരും. നമുക്ക് ആ ബിസിനസ് തുടങ്ങാം, ഈ ബിസിനസ് തുടങ്ങാം. അപ്പൊ അതിനും മേമ്പൊടി ചേർക്കാൻ ആരുള്ളത്? ഭാര്യമാര്. കാരണം എന്താണ്, എന്തെങ്കിലും ഈ മനുഷ്യൻ ചെയ്യട്ടെ എന്നാണ് നമുക്കൊക്കെ ഉള്ളത്. നിങ്ങൾ കുറ്റപ്പെടുത്തല്ല, നിങ്ങളത് അറിയില്ല, അതങ്ങ് പറയും, അങ്ങനെ ഇത് ചേരും. അവസാനം ആ ഒരു മോഹന വാഗ്ദാനങ്ങളായിട്ട് വന്ന വ്യക്തിയുടെ വാഗ്ദാനം മാത്രം അവസാനിക്കും. സ്നേഹം കൊണ്ട് കടലാസിന് പോലും എഴുതില്ല, ബിസിനസ്സിന് കൊടുക്കുന്ന പൈസ കടലാസിന് പോലും എഴുതില്ല, അവസാനം അത് നഷ്ടപ്പെടുന്ന അവസ്ഥ. പിന്നെ ആഭരണങ്ങളുടെ കാര്യം പറയണ്ട. ഇതിന് ഇവിടെ ഇരിക്കുന്ന സഹോദരികളിൽ 5 പവനിൽ കൂടുതൽ ആഭരണങ്ങളുള്ളവരുണ്ട്. ഇപ്പൊ ധരിച്ചിട്ടുള്ളവര് 5 പവനിൽ കൂടുതൽ ധരിച്ചിട്ടുള്ള നാണം കെട്ട കാര്യമൊന്നുമല്ല, സന്തോഷത്തോടുകൂടി പറയേണ്ട കാര്യമാണ്. അതെ അതെ, 12 പേരുണ്ട്. 12 പേര് 5 പവനിൽ കൂടുതൽ സ്വർണം ധരിച്ചിട്ടുള്ള. അതേ സമയത്ത് ഞാൻ 50 പവനിൽ കൂടുതൽ സ്വർണം വീട്ടിലുള്ളവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നില്ല, പേടിക്കണ്ട. ഇവരെല്ലാവരും കൈ പൊന്തിക്കുന്നു, പേടിച്ചിട്ടാണ് ഞാൻ ചോദിക്കാത്തത്. നിങ്ങൾ എല്ലാവരും കൈ പൊന്തിക്കുമെന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ ചോദിക്കാത്തത്. ഇതാണ് അവസ്ഥ അല്ലെ? പക്ഷേ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഇവിടെ 11 പേരാണ് 5 പവനിൽ കൂടുതൽ ആഭരണം ഉണ്ട് എന്ന് പറഞ്ഞത്. മറ്റുള്ളവർക്ക് ആഭരണം ഉണ്ടെങ്കിലും അതിൽ കുറവേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ലോക്കറിൽ അല്ലെങ്കിൽ വീട്ടിൽ ഭദ്രമായി വെച്ചിരിക്കുന്നു. അതിന്റെ വിഷയം വേറുണ്ട്, അത് നമുക്കപ്പം പറയാം. അങ്ങനെയാണ് സ്ഥിതി. പക്ഷെ എത്ര പ്രാവശ്യം നിങ്ങളൊക്കെ വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷമായവരാണ്, എത്ര വർഷം നിങ്ങൾ ഇത് മാറ്റിയിട്ടുണ്ട്, സ്വർണം മാറ്റിയിട്ടുണ്ട്. ആ ഓരോ മാറുമ്പോഴും എത്ര പണം നിങ്ങൾക്ക് നഷ്ടം വരുന്നുണ്ട്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതേസമയം വേറൊരു പരാതി പ്രവാസികള് എന്നോട് പറയാറുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങള് ഭക്ഷണത്തിനും വസ്ത്രത്തിനും എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ചെലവാക്കുന്നു. എനിക്ക് തീരെ വിശ്വാസമല്ല. പക്ഷെ നിങ്ങളൊക്കെ അഭിപ്രായം എന്താ? ശരിയാണോ? ശരിയാണോ? നാട്ടില് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ ഗൾഫിൽ ഗൃഹനാഥന്മാരുള്ള ആളുകളാണ്.
അപ്പൊ ഈ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ചെലവാക്കാറുണ്ട് എന്നാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരും മറ്റും സാധാരണ പറയാറുള്ളത്. അതിൽ വല്ല അർത്ഥമുണ്ട്? നിങ്ങള് നാട്ടില് ജോലി ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ കുറവേ ചെലവാക്കുന്നുള്ളൂ, അങ്ങനെയാണോ അഭിപ്രായം? കുറവേ ചെലവാക്കുന്നു എന്നുള്ള അഭിപ്രായമുള്ളതെന്ന് കൈവർത്തിയാട്ടെ. അപ്പൊ ബാക്കിയുള്ളവര് കൂടുതൽ ചെലവാക്കുന്നു എന്നുള്ള അഭിപ്രായമുള്ളവരാണ്. കണ്ടില്ലേ, ബഹുഭൂരിപക്ഷം ആളുകളും ഈ സദസ്സില് 2/3 പേരും 2 ഭാഗം ആളുകളും പറഞ്ഞത് നമ്മളൊക്കെ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ചെലവാക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവാക്കുന്നു എന്നാണ്. എന്നാ ഞാൻ ചോദിച്ചോട്ടെ, അതിന് എന്ത് അവകാശമാണുള്ളത്? മറ്റുള്ളവരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോടല്ല, ന്യൂനപക്ഷത്തിനോ ഭൂരിപക്ഷത്തിനോടാണ്. അങ്ങനെ ചെലവാക്കാൻ എന്ത് അവകാശം നമുക്കുള്ളത്? നമ്മളുടെ ജോലി ശാശ്വതമാണോ? ശാശ്വതമാണോ? ഒരൊറ്റ ഗൾഫിലുള്ളവരാണ്. ശാശ്വതമാണോ? നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് 12 മണിക്കൂറൊക്കെയാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതാണ് അർത്ഥം, അല്ലേ? വ്യത്യാസം അതാണ് സ്ഥിതി. അപ്പോ നാട്ടിലുള്ളവരെയും ഇവരെ തുലനം ചെയ്താൽ നമുക്ക്